ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്കാണ് സ്റ്റോർ ടുഡേ ദി ഇൻഫേമസ് തൈര് സാധമൻ വത്തക്കുളമ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്ക് തൈര് സാധം വത്തക്കുളമ്പ് ആക്കുന്നു. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതമൊഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണൻ. അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടാണ് നമ്മുടെ ദിയ കൃഷ്ണയുടെ ഒരു വ്ളോഗ്, ഒരു ഫാമിലി വ്ളോഗ് ഇതാണ്. അത് മദേഴ്സ് ഡേയുടെ അന്ന് തന്നെ, മദേഴ്സ് ഡേ വിത്ത് അമ്മായിയമ്മ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ക്യാപ്ഷൻ തന്നെ. ആ ക്യാപ്ഷനിൽ തന്നെ വെച്ചുകൊണ്ട് അമ്മായിന്ന് വന്നിട്ട് ആക്കി വിട്ട ഒരു പരിപാടിയാണ് ആ വ്ളോഗിൽ ദിയ കാണിച്ചത്. അതായത് സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അതായത് വഴി കൂടി കാണുന്നവരൊന്നും അമ്മായി എന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നെ അമ്മ അച്ഛൻ എന്നും മറ്റുള്ളവരെയൊക്കെ വിളിക്കുന്നവർക്ക് അവർക്കൊക്കെ ഭ്രാന്താണ് എന്നൊക്കെയാണ് ദിയയുടെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒത്തിരി പേര് വീഡിയോ ചെയ്തായിരുന്നു. അപ്പം എല്ലാവരും അൺസപ്പോർട്ട് ചെയ്തിട്ടാണ് ദിയയ്ക്ക് വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവ ബഹുമലമായിട്ട് ദിയ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചോദിച്ചു, വാട്ട് യു വാണ്ട് ടു സേ ടു ദ പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ളോഗ് എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ദിയ ചേച്ചി അതിനുള്ള ആൻസർ കൊടുത്തത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, some days I do charities like that for my fellow YouTubers. Let them make a little money with my cute pictures and stolen content. എന്താല്ലേ പാവം ദിയ ചേച്ചിനെ പോലുള്ള ആൾക്കാരില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലേ? യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഒരു പ്രശ്നം ദിയ ചേച്ചി ഇല്ലെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ അതൊക്കെ ഒന്ന് വിളിച്ചു പോകണം, എന്നാലേ നമുക്കത് എടുത്തിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ ചേച്ചിയുടെ അറിവിലായിട്ട് കുറച്ച് കാര്യങ്ങൾ, ചേച്ചിയുടെ മാത്രമല്ല നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമല്ലോ, റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലൊക്കെ ഇടാൻ നേരത്ത് എല്ലാവരും വന്ന് പൊതുവേ പറയുന്ന കാര്യം, നിങ്ങൾ അവരുടെ പറയുന്നതൊക്കെ കോപ്പി എടുത്തിട്ടല്ല, അവരുടെ ഉച്ചിഷ്ടം, അവർ പറയുന്ന കണ്ടന്റ് എടുത്തിട്ടല്ല നിങ്ങൾ കണ്ടന്റ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ വന്നിട്ട് തരുതരാന്ന് നമുക്ക് കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ജീവിക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊക്കെ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മളത് റിയാക്ട് ചെയ്യാറുണ്ട്. നെഗറ്റീവിനെ മാത്രം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരല്ല, തെറ്റിനെയും ശരിയിനെയും എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളാ റിയാക്ട് ചെയ്യുന്നതിനോടാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഹൈപ്പ് കിട്ടുന്നത്. എന്നെപ്പോലുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ചെയ്യുന്നൊരു കാര്യം തന്നെയാണിത്. ഓസി പറയണത്, ഓസി നമുക്ക് വേണ്ടിയിട്ട് ചാരിറ്റി ചെയ്യുന്നുണ്ടെന്നാണ്. അതായത് ഓസിയുടെ ചാരിറ്റി ഇല്ലാതെ ഇവിടുത്തെ യൂട്യൂബേഴ്സിന് ജീവിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ദാരിദ്ര്യമാണ്. എന്തല്ലേ പറയണത്? ഒരു കാര്യം അറിയാം, അഹങ്കാരം എന്നുള്ളത് മൂത്തിരിക്കുക എന്നറിയാം, അത് ഭയങ്കരമായിട്ട് മൂത്ത് പോയെന്നറിയാം. നമുക്ക് ഈ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, സംസ്കാരം എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അതെന്തോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ അഹാന എന്ന് പറയുന്ന അവർക്ക് അത് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലായിരിക്കുന്നത്. കുറച്ചും കൂടി നല്ല മെച്ചൂർഡായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് അവരുടെ എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഭയങ്കര അഹങ്കാരം അതൊക്കെ മൂത്ത് മേളിൽ കയറിയിരിക്കണം. അതുകൊണ്ടാണ് ആൾക്കാരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അവരുടെ ഏത് രീതിയിലാണ് ഒരാളെ മനസ്സിലാക്കേണ്ടത് ഒന്നും നിങ്ങൾക്കറിയാതെ പോകുന്നത്. അത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അത് വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല, അതാണ് കാര്യങ്ങൾ. അപ്പം ചില കാര്യങ്ങൾ നാട്ടുകാർ പഠിപ്പിച്ചു തരും, കാരണം നാട്ടുകാരിലോട്ടല്ല നിങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണത്. അപ്പം നാട്ടുകാർ വന്ന് റിയാക്ട് ചെയ്യും. അത് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ വീഡിയോസിന് അടിയിലായിരിക്കാം വന്ന് റിയാക്ട് ചെയ്യണം, ഞങ്ങളിടുന്ന വീഡിയോസിന് അടിയിലായിരിക്കും അവർ വന്നിട്ട് കമൻറ്റ് ബോക്സിലോട്ട് ഒരു കമൻറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള പ്രതിഷേധം രൂപീകരിക്കും. അതാണ് സംഭവിക്കുന്നത്. അതിന് ഞങ്ങൾ യൂട്യൂബേഴ്സ് നിങ്ങളെ വിറ്റ് അരി ഉണ്ടാക്കുന്നൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, നീ ഇപ്പം സാധാരണ ഇങ്ങനെയുള്ള നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേന് അവർക്ക് ഹൈപ്പാണ് കയറി പോണത്. പക്ഷെ ഇവിടെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, പാവം ദിയമോൾക്ക് ഒരു ഒത്തിരി പേര്, ഒരു 10,000-20,000 പേരെങ്ങാണ്ടും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ഇത്രയും നല്ല പെരുമാറുന്നത് അതിലൂടെ തന്നെ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ ഞങ്ങളിങ്ങനെ ശരീരം വിറ്റൊന്നും, കാശ് വേണം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഞങ്ങൾ യൂട്യൂബേഴ്സ് ഈ ശരീരം വിറ്റൊന്നും പോയിട്ട് ഇങ്ങനെ
ജീവിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നില്ല. കുറച്ച് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടേ, അതായത് നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബോഡിയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാശുണ്ടാക്കാം എന്നൊരു ധാരണ എല്ലാവർക്കും തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അത്രയും മതപതിക്കത്തില്ല. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ അതമ്പതിക്കാൻ നമ്മൾ റെഡിയല്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് നമുക്കിടയിൽ കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും ലിയക്കെതിരെ നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്തതിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല. കാരണം നിന്റെ ഭാഗത്തുള്ള വിഡ്ഢിത്തരങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട്, അതായത് നീ ഇങ്ങനെയാണ്, നിന്റെ അഹങ്കാരം എല്ലാവർക്കും മുന്നിലേ വെളിപ്പെട്ടത് കൊണ്ടാണ് നീ ഇത്രയും വലിയ അധപ്പതനോട്ട് നീ പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എടുത്തു വെച്ചിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുണ്ടല്ലോ ആ രീതിയിൽ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ അമ്മായിമ്മക്കും വീട്ടുകാർക്കും റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആൾ തന്നെയാണ്. അതായത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഫാമിലിക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അദ്ദേഹത്തിനോടൊരു സ്നേഹമുണ്ടാവും. ആ സ്നേഹം അത് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ സോളിൽ നിന്ന് വരുന്നതാണെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ അത് പ്രതിധ്വനിച്ച് അത് ആ വീട്ടുകാരിലോട്ടും ചെല്ലും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഹസ്ബൻഡ് നിന്റെ വീട്ടുകാരോട് മാന്യമായിട്ട് പെരുമാറുകയാണെങ്കിൽ നീയും അതേപോലെ തന്നെ അവർക്ക് അതേ വില കൊടുത്ത് തന്നെ അവരോട് സംസാരിക്കും. പക്ഷേ മേ ബി നിന്റെ ഹസ്ബൻഡ് അവർക്ക് അത്ര വില കൊടുക്കുന്നുണ്ടാവുള്ളായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വേണമെങ്കിൽ നിനക്ക് അവർക്ക് അത്രയും റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നതിൻ്റെ കാര്യം. ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്കാണ് സ്റ്റോർ ടുഡേ ദി ഇൻഫേമസ് തൈര് സാധമൻ വത്തക്കുളമ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീനമ്മ. അപ്പോൾ നമുക്ക് തൈര് സാധം വത്തക്കുളമ്പ് ആക്കുന്നു. ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഫുഡ്? ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇവിടുത്തെ ഫുഡ്? അങ്കിളിന് ലഞ്ചാണോ ഡിന്നറാണോ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ? ദിയമോളെ, നീ പണ്ടത്തെ വീഡിയോസിലൊക്കെ നീ മീനമ്മയുടെ അച്ചാറുകൾ, മീനമ്മയുടെ ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പം എന്ത് പറ്റി? ഈ ഇടയായപ്പോഴാണല്ലോ നീ ഞാൻ ആൻറ്റി എന്നാ വിളിക്കണം, ഇത്ര വലിയ അഹങ്കാരത്തോടെ വന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യം അവരൊന്ന് സോപ്പിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നീ അവരെ മീനമ്മ എന്ന് വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ആവശ്യമില്ല. നീ ഒരു സ്റ്റേബിളായി കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നാൽ നിനക്ക് അവിടെ ജീവിച്ച് പോകാൻ പറ്റില്ല, ആ വീട്ടിൽ ജീവിച്ച് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നിനക്ക് സ്വന്തമായിട്ട് തോന്നിയോണ്ട് തന്നെ നീ ഫ്ലാറ്റ് എടുത്ത് നീ അങ്ങ് മാറി. പക്ഷേ അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം നമ്മളെപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാകുമ്പോഴത്തേനും ബന്ധങ്ങൾ ഒരിക്കലും ആടി ഉലത്തില്ല, അതെപ്പോഴും ദൃഢമായിട്ട് തന്നെ നിൽക്കും. എന്നെ സംബന്ധിച്ചത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല. മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, അവർക്ക് ഹർട്ട് ചെയ്യുമോ, അങ്ങനെയുള്ളതൊന്നുമില്ല. മറ്റുള്ളവരുടെ ഫീലിങ്സ് എന്താണ് അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. അത് മോക്ക് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ പാരൻസിന് ധൃതിയായതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ചൂടെ? പിന്നെ നീ പറഞ്ഞല്ലോ യൂട്യൂബേഴ്സ് നിന്നെ വിറ്റ് ജീവിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ യൂട്യൂബിൽ നിൻ്റെയൊക്കെ കുറേ കണ്ടന്റ് ഇടുന്നുണ്ട്, നിൻ്റെ ഫാമിലി അടക്കം എല്ലാവർക്കും ഇല്ലേ? ഇവൻ കൃഷ്ണകുമാറിന്, സിദ്ധു കൃഷ്ണയ്ക്ക്, പിന്നെ നിൻ്റെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും യൂട്യൂബിൽ അക്കൗണ്ട് ഉള്ളതാണല്ലോ. അതുവഴിയല്ലേ നിൻ്റെ കയ്യിലൊക്കെ കാശ് വന്നു തുടങ്ങിയത്. എല്ലാവരും യൂട്യൂബ് വഴി തന്നെയല്ലേ ജീവിക്കണത്. അപ്പം നിങ്ങൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ആർക്കും വിളിച്ച് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടന്റ് ആണെങ്കിൽ അത് ഞങ്ങൾ ഉപയോഗിക്കും. അതിനെന്തിപ്പോൾ തെറ്റിയിരിക്കണേ? എന്തിനാ? ഇതിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളല്ലേ, അല്ലാതെ നിൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ കട്ടുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. നീ സോഷ്യൽ മീഡിയയിൽ ഇതൊരു കണ്ടന്റായിട്ട് ഇടുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് കണ്ടാലും പോസിറ്റീവ്സ് കണ്ടാലും നമ്മളത് പ്രതികരിക്കും. അത് നാച്ചുറലാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ്സ് നിനക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നീ വീഡിയോ ഇടണ്ട. അപ്പം നമ്മളതിനെ റിയാക്ട് ചെയ്യത്തില്ലല്ലോ. പിന്നെ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ചേച്ചിയുടെ ഭരണവും കാര്യങ്ങളൊക്കെ, അതായത് ഈ പേടിപ്പേരൊക്കെ, അതങ്ങ് ചേച്ചിയുടെ വീട്ടിലും പിന്നെ നിൻ്റെ അശ്വിൻ്റെ വീട്ടിലും പിന്നെ നിൻ്റെ അശ്വിൻ്റെ അടുത്തൊക്കെ മതി. ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊന്നും നട്ടലില്ലാത്തവരല്ല. അവർ നന്നായിട്ട് സംസാരിക്കും. അവർ അയ്യോ പാവം എന്ന് വിചാരിച്ച് വായും കുത്തിയോടെ ഇരിക്കാൻ പോകുന്നില്ല. അതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം.